ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരവിന്ദത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരവിന്ദത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അച്ചോ, എനിക്ക് ചേർന്ന ഇണ എങ്ങനെ ശരിയാകും? എൻ്റെ സ്വഭാവത്തിന് നേരെ വിപരീതം. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ, അതാണ് നിനക്ക് ചേർന്ന ഇണ. അതാണ് നിനക്ക് ചേർന്ന ഇണ. അമിതമായ ദേഷ്യമുള്ള ഒരു ഭർത്താവ് ചിന്തിക്കുകയാണ്, എൻ്റെ അച്ഛാ, എനിക്ക് കിട്ടിയത് 24 മണിക്കൂർ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യ. അച്ഛാ, എനിക്ക് ദേഷ്യമുള്ളതാ, അപ്പോഴാണ് ഇതിനെ കിട്ടിയത്, അതോടുകൂടെ എൻ്റെ ദേഷ്യം കൂടി. അങ്ങനെയല്ലെന്ന്, കുറച്ചു കഴിയുമ്പോൾ അവളിലൂടെ നീ മാനസാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരേ സ്വഭാവമാണെങ്കിൽ എന്ത് പറ്റും? മദ്യപിക്കുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം കല്യാണം കഴിച്ചത് അത്യാവശ്യം കുടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ. അപ്പോൾ എന്ത് പറ്റും? രണ്ടുപേരും കൂടെ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിയേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? പുക വലിക്കുന്ന ഒരുത്തൻ കല്യാണം കഴിച്ചത് എന്നാൽ ഒന്ന് വലിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേരും വലിച്ചോണ്ട് വാതുക്കയിരിക്കും. എന്നാൽ നേർ വിപരീതമാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ദൈവിക ഇടപെടലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെ, പ്രവൃത്തിയിലൂടെ, കൂടെയുള്ള ജീവിത പങ്കാളിയിൽ വിശുദ്ധീകരണം സംഭവിക്കും. അതാണ് ചേർന്ന ഇണ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരാൾ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് വെച്ച് വിളമ്പുന്ന ആൾ, അതല്ല. മറിച്ച് നിന്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തി, നിന്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തി. സർവ്വയത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തി, അതാണ് അതിന്റെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ട വേറെ ഒരു ജീവിത വഴിയിലൂടെ വന്ന ഒരു വ്യക്തി, അതിന് വിവാഹം കഴിച്ചു. ഈ സ്വഭാവ രീതിയെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു? വചനം പഠിപ്പിക്കുകയാണ്, ഇത് നിനക്ക് ചേർന്ന ഇണയാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പഴയ നിയമത്തിലെ ജോബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പലതവണ വായിച്ചിട്ടില്ലേ? ജോബ്, പഴയ നിയമത്തിലെ ജോബ്. ജോബിന് എന്നാ പറ്റി? ജോബിനുണ്ടായിരുന്ന സകലതും ദൈവം തിരിച്ചെടുത്തു, അല്ലേ? സ്വത്ത് പോയി, മക്കള് പോയി, മൃഗങ്ങൾ എല്ലാം നശിച്ചു. പക്ഷെ ഒരാളെ തിരിച്ചെടുത്തില്ല. അതാരെയാ? പറഞ്ഞേ. ഭാര്യയെ. എങ്ങനെയുള്ള ഭാര്യ? ജോബ് സഹിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജോബിന്റെ കൂടെ നിന്ന് സഹിച്ച ഭാര്യ ആണോ? അല്ലല്ല. എങ്ങനത്തെ ഭാര്യ? ജോബ് കുഷ്ഠരോഗം പിടിപെടുത്ത് ചാരത്തിലിരുന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് എന്താ ചെയ്യുന്നേ? ഭാര്യ വന്നിട്ട് ചൊറിച്ചിൽ കൊടുക്കുക. ഏത് ചൊറിച്ചിൽ? ഇയാൾക്ക് നാണയില്ലേ? ഇവിടെ ഇരുന്നോണ്ട് ദൈവത്തെ സ്തുതിക്കുവാണോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്യ് എന്ന് പറഞ്ഞാൽ, ജോബിന്റെ ജീവിതത്തിൽ അത്രയും നഷ്ടം, ദുഃഖം, ത്യാഗത്തിലൂടെ കടന്നു പോകുമ്പോഴും ജോബിനെ ചൊറിയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അത് മാത്രം ദൈവം തിരിച്ചെടുത്തില്ല. എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ചൊറിച്ചിൽ പകരുന്ന സംഭാഷണം ഉണ്ടായിരുന്നപ്പോഴും ജോബ് ആത്മസംയമനം പാലിച്ചു.
ജോബിന്റെ പ്രാർത്ഥനയിലൂടെ ആ ഭാര്യയിലുണ്ടാവുന്ന മാറ്റം, ആ കുടുംബത്തിനുണ്ടാവുന്ന മാറ്റം. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ ജീവിത പങ്കാളിയുടെ ചില ചൊറിച്ചിലുകൾ മാറണമെന്ന് നിർബന്ധമില്ല. മാറും. എങ്ങനെയാണെന്നറിയോ? നിന്റെ പ്രാർത്ഥനയിലൂടെ മാത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ മുമ്പിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായി നമ്മളോട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം കേട്ടിട്ടുള്ളതായിരിക്കും. ദാ ഇപ്പൊ ഒന്ന് കേട്ടെ, 5:22 നന്നായിട്ട് കേട്ടെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭാര്യമാരോട് പറയാണ്. എന്താണ് പറയുന്നത്? ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭാര്യമാർ ഇത് വല്ലതും കേൾക്കണുണ്ടോ? എന്തുവാ കേട്ടെ? നിങ്ങൾ ഭർത്താവിന് വിധേയരായിരിക്കണം. എങ്ങനെ? കർത്താവിന് എന്ന പോലെ നിങ്ങൾ ഭർത്താവിന് വിധേയപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ചില ഭർത്താക്കന്മാർക്ക് സന്തോഷായി, അച്ഛാ അത് 2-3 തവണ അന്ന് ആവർത്തിച്ച് പറഞ്ഞ് അവൾക്കൊരു അനുസരണ കുറവുണ്ട്, ഞാൻ പറഞ്ഞിട്ട് അവളൊന്ന് കേൾക്കുന്നില്ല, അച്ഛനൊന്ന് ശക്തമായിട്ട് പറഞ്ഞെന്ന് ആഗ്രഹിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ടാവും. അടുത്ത വചനം ഒന്ന് വായിച്ചേ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. കണ്ടോ? ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുടുംബത്തിലെ ശിരസ് ആരാണ്? ഭർത്താവാണ്. അതുകൊണ്ടാ വചനം പഠിപ്പിക്കുന്നത് എന്താണ്? ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ഒരു തലവൻ ഉണ്ടായിരിക്കണം. ഏതൊരു സിസ്റ്റം നോക്കിക്കേ, അതിനൊരു തലവനുണ്ട് അല്ലേ? ഏതൊരു സിസ്റ്റം, ഇപ്പം നമ്മൾ പോട്ട ആശ്രമം കമ്മ്യൂണിറ്റി, അതിനൊരു സുപ്പീരിയർ ഉണ്ട്. നിങ്ങളുടെ ഒരു ഗ്രൂപ്പ്, അതിനൊരു ലീഡറുണ്ട്. നിങ്ങളുടെ ഒരു ഏതെങ്കിലും കാര്യത്തിന് ഇടവക, അതിനൊരു വികാരിയച്ഛനുണ്ട്. ഒരു കുടുംബം എന്നതുപോലെ തന്നെ അതിനൊരു തലവനുണ്ട്. കുടുംബത്തിന്റെ ശിരസ് എന്ന് പറയുന്നത് ആരാണ്? ആരാണ്? ഭാര്യയാണോ ഭർത്താവാണോ? ഭർത്താവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ചില കുടുംബങ്ങളിൽ ശിരസ് ആള് മാറി കയറും. ഭാര്യ കയറി ഭരിക്കാൻ തുടങ്ങും. എന്തു പറ്റുമെന്നറിയാവോ? അങ്ങനെ വളരുന്ന കുടുംബങ്ങളിലെ മക്കൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. കാരണം കുടുംബനാഥന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കപ്പെട്ടില്ലെങ്കിൽ മക്കൾ കുറച്ചുനാൾ അമ്മയുടെ ചുറ്റുവട്ടൊക്കെ നടക്കും, അമ്മേനെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ തന്നെ ആ കുടുംബത്തിൽ അമ്മയ്ക്കെതിരാവും, ആരെ അനുസരിക്കാത്തവരാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഭാര്യമാരെ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഭർത്താവിന് കഴിവില്ലായിരിക്കും, ഗുണമില്ലായിരിക്കും, നേതൃത്വ പാഠവുമില്ലായിരിക്കും, ഉത്തരവാദിത്വ ബോധമില്ലായിരിക്കും, പല കുറവുകളുണ്ടാവും. കള്ളുകുടിയനായിരിക്കും, തെമ്മാടിയായിരിക്കും, നാട്ടിൽ നിങ്ങൾക്കൊരു പക്ഷേ ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ നാണക്കേടായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അംഗീകരിക്കണം. ആ ഭർത്താവ് കുടുംബം ഭരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ സ്ഥാനം അവർക്ക് കൊടുക്കണം. ആ സ്ഥാനം അവർക്ക് കൊടുക്കണം. അനേക കുടുംബങ്ങളിൽ ഈ കാലഘട്ടത്തിൽ കാണുന്നൊരു കാഴ്ച, സ്വന്തം ജീവിത പങ്കാളിയെ കഴിവില്ലെന്നും ഗുണമില്ലെന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തുന്നു. ഞാൻ നാളുകൾക്ക് മുമ്പ് ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു സെക്രട്ടറിയും പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചേട്ടനെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഉടനെ തന്നെ ഭാര്യ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വേറെ പണിയൊന്നുമില്ലേ, ഇയാളെ ഒന്നും തിരഞ്ഞെടുക്കരുത്. ഒരു കുടുംബം പോലും നോക്കാൻ കഴിവില്ലാത്ത ആളാണോ ഇയാൾ ഇവിടെ ഈ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആവുന്നത്? ഇയാളെ ഒന്നും തിരഞ്ഞെടുക്കരുത്, എന്തിനു കൊള്ളാം, ആണത്തമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിക്കായിട്ട് ആ ഭർത്താവിനെ തരം താഴ്ത്തുന്നു. ഞാൻ പിന്നീട് കണ്ടത് ആ ഭർത്താവ് കുറേ നേരം മാറിയിരുന്ന് ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിട്ട് ഇറങ്ങിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത പങ്കാളി ഭർത്താവിന് കഴിവ് കുറവായിരിക്കാം, നേതൃത്വ പാഠവം കുറവായിരിക്കാം, ചിലപ്പോൾ ഉത്തരവാദിത്തം ചെയ്യാൻ മറ്റുള്ളവരെ പോലെ അത്ര വലിയ ഉന്മേഷം ഉണ്ടാവണമെന്നില്ല, കുറെ ദുശീലങ്ങളുണ്ടായിരിക്കാം. പക്ഷേ മക്കളുടെ മുമ്പിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലോ ഭർത്താവിനെ നിങ്ങൾ കുറ്റം പറഞ്ഞ് തരം താഴ്ത്തരുത്.
അങ്ങനെ താഴ്ത്തിയാൽ പിന്നീട് തിരിച്ചടിക്കും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത് കുടുംബത്തിന്റെ ശിരസായിരിക്കണം. ഭർത്താവേ, നീ രക്ഷകനായിരിക്കണമെന്നാ പറഞ്ഞ്. ഭർത്താവ് ഇത് വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരാ, രക്ഷകന്റെ സ്വഭാവം ഉണ്ടായിരിക്കണം, രക്ഷകന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. വചനം നമ്മളെ പഠിപ്പിക്കുന്ന രക്ഷകൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ കെൽപ്പുള്ളവനായിരിക്കണം. ഭർത്താവിന് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാനാണ് കുടുംബത്തിന്റെ നേതാവെന്നും പറഞ്ഞ് മാറിയിരിക്കുകയല്ല, മറിച്ച് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അല്പം കൂടെ ചെന്ന് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത വചനം ഒന്ന് വായിച്ചേ. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. അടുത്ത വചനം. ഭർത്താക്കന്മാരെ ഇങ്ങോട്ട് നോക്കിയാ, ഭർത്താക്കന്മാരെ കേട്ടെ, ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? വായിച്ചേ. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാ സ്നേഹിച്ചേ? സ്വന്തം ജീവിതം കൊടുത്താ സ്നേഹിച്ചത്. ക്രിസ്തു ചിന്തിക്കുകയാണ്, ഈ സഭയ്ക്ക് എന്ത് കൊടുക്കണേ, എന്താ ചെയ്യേണ്ടത്, വല്ല മെച്ചമുണ്ടോ? ഇല്ല. കുറവുകളുള്ള സഭ. എന്നാൽ ഈ കുറവുകളുള്ള സഭയെ യേശു സ്നേഹിച്ചു. എന്ന പോലെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് കഴിവുണ്ട്, എന്ത് ഗുണമുണ്ട് എന്നൊക്കെ നിങ്ങൾ താരതമ്യം ചെയ്യാം. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, നിന്റെ ഭാര്യയെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സ്നേഹിച്ച് മാത്രമേ സ്വന്തമാക്കാൻ പറ്റൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹിച്ച് മാത്രമേ സ്വന്തമാക്കാൻ പറ്റൂ. തർക്കിച്ചും വഴക്കിട്ടും പരദൂഷണം പറഞ്ഞും ചർച്ച ചെയ്തുമല്ല, മറിച്ച് സ്നേഹിച്ച് മാത്രമേ സ്വന്തമാക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് സമയം കിട്ടുമ്പോൾ ഈ വചനം ഒന്ന് എടുത്ത് വായിക്കണേ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 22 മുതലുള്ള വചനം വായിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട നിലപാടുകളാണ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ബന്ധത്തിൽ ഇന്നേ ദിവസം ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാവോ? ഭാര്യമാരും ഭർത്താക്കന്മാരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കണം. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഭാര്യയും ഭർത്താവും മുഖത്ത് നോക്കി സംസാരിക്കണം. മുഖത്ത് നോക്കി സംസാരിക്കണം. കാലം മാറി, എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞിരിക്കുവാണ്, മൊബൈൽ നോക്കിയിരിക്കുന്നത്. അങ്ങനെയല്ല, മുഖത്ത് നോക്കി സംസാരിക്കണം. മുഖത്ത് നോക്കി സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു 10 മിനിറ്റ് എങ്കിലും ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ തന്നെ വലിയ അനുഗ്രഹം ആ കുടുംബത്തിലുണ്ടായിരിക്കും. ഒരുപക്ഷെ ചില പുരുഷന്മാർ ചിന്തിക്കും, എൻ്റെ അച്ഛ അവളോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാച്ച, ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥൻ വന്നു. ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ ചേട്ടൻ പുറത്ത് കാത്തു നിൽക്കുന്നു, ചേട്ടനെ അച്ഛനൊന്ന് ഉപദേശിക്കണം. കാരണം അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അച്ഛൻ പറയണം, എന്നെ കേൾക്കാൻ പറയണം. അപ്പൊ ചേട്ടനെ ഞാൻ വിളിച്ചു. ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ദേ ഭാര്യ നിൽക്കുന്നു, ഭാര്യയെ ചേട്ടൻ കേൾക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഇവൾ എന്നതാ പറയണേ, ഒരു കാര്യത്തിന് മറ്റൊരു കാര്യത്തോട് ഒരു ബന്ധവും ഇല്ല. ഇവൾ ഈ പറഞ്ഞ് കുറേ നേരം പറയും, എല്ലാം കഴിഞ്ഞിട്ട് എന്നതാ പറഞ്ഞ എത്ര നേരം കേട്ടിരിക്കും, ഒരു സമാധാനം വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കേൾക്കാറില്ല. ദേ എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനം വേണോ? എന്തു ചെയ്യണം? നിങ്ങൾ കേൾക്കണം. കേൾക്കാൻ സമയം കൊടുക്കണം. നിങ്ങൾ കേൾക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ നാട്ടുകാർ കേൾക്കാൻ തയ്യാറാണ്, അത് പിന്നെ വേറെ വഴിക്ക് പോകും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയൊക്കെ വളരെ പവർഫുള്ളാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കേൾക്കാൻ തയ്യാറാവണം. പ്രൈസ് ദി ലോർഡ്. ജീവിത പങ്കാളിയെ കേൾക്കാൻ, ആ വ്യക്തിയെ മനസ്സിലാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നിങ്ങൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ ഒരല്പസമയം മാറ്റിവെക്കണം. കാരണം വർഷം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച്, പ്രായം വളരുന്നതനുസരിച്ച് സംഭാഷണ ശൈലികളും സ്നേഹപ്രകടനങ്ങളൊക്കെ മാറും.
കല്യാണത്തിൻ്റെ നാളുകൾ ഉണ്ടായിരുന്ന പോലെ അല്ലല്ലോ ഇപ്പോഴത്തത്, അല്ലേ? സ്നേഹപ്രകടനങ്ങളൊക്കെ മാറി, വിളിക്കുന്ന പേര് തന്നെ മാറിയിട്ടുണ്ടാവും, അല്ലേ? കഴിഞ്ഞ നാളിലൊരു കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ ഭാര്യയും ഭർത്താവും വന്നിരിക്കുകയാണ്. വളരെ അസ്വസ്ഥതയിലാണ് ഇരിക്കുന്നത്, വളരെ അസ്വസ്ഥത. അപ്പോൾ ഭാര്യ പറഞ്ഞു, അച്ഛാ, എന്നെ സ്നേഹപൂർവ്വം എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ ഒന്ന് സ്നേഹത്തോടെ വിളിക്കത്ത് പോലും ഇല്ല അച്ഛാ, എന്നെ ഒന്ന് സ്നേഹത്തോടെ എന്നെ ഒന്ന് വിളിക്കണ്ടേ? അപ്പം ഞാൻ ചോദിച്ചു, എന്നതാ നേരത്തെ വിളിച്ചോണ്ടിരുന്നേ? അച്ഛാ, മോളെ എന്നാ എന്നെ വിളിച്ചോണ്ടിരുന്നത്. അച്ഛാ, കല്യാണം കഴിച്ച നാളിൽ എന്നെ മോളെ എന്നാ വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇപ്പോഴും ഞാൻ നിന്നെ മോളെ എന്നല്ല എടി വിളിക്കുന്നത്. അപ്പോൾ ഭാര്യ പറഞ്ഞു, മോളേന്ന് തന്നെയാണ് വിളിക്കുന്നത്, പക്ഷേ അതിനു മുമ്പും അതിന് ശേഷവും വേറെ കുറെ എന്തോ കൂടെ ചേർക്കും. ഡാഷ് മോളെ, മോളെ, അല്ലേ? മോളേന്ന് തന്നെയാണ് വിളിക്കുന്നത്, പക്ഷേ അതിന് മുമ്പും ശേഷവും വേറെ കുറെ വാക്കുകളും കൂടെ ചേർക്കുമെന്ന്. മനസ്സിലായോ? പണ്ട് മോളെ എന്നാ വിളിച്ചിരുന്നല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാര്യയുടെ നമ്പർ നിങ്ങൾ എന്ത് പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവിൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്ത് പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ നാളിൽ ഇവിടെ വന്ന ഒരുത്തൻ്റെ, അവൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം, എനിക്ക് പരിചയമുള്ള ചെറുക്കനാണ്, അവൻ ബോംബെക്കാരനാണ്. ഞാൻ അവനോട് പറയണം, നിൻ്റെ മൊബൈലും കൊണ്ട് കൊണ്ടുവന്നേ. അപ്പോൾ അവൻ്റെ കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഞാനപ്പോൾ എൻ്റെ മൊബൈലോട്, എടാ നിൻ്റെ ഭാര്യയുടെ നമ്പർ ഒന്ന് കാണിച്ചേ, എന്താ സേവ് ചെയ്തിരിക്കണമെന്ന് കാണട്ടെ. ആ സേവ് ചെയ്തിരിക്കുന്നതൊക്കെ നോക്കിയാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമേ. അപ്പോൾ അവൻ പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. അല്ല, നീ പണ്ടെന്തോ, യെസ് ഫാദർ, പണ്ട് ഞാൻ സ്വീറ്റി എന്നാണ് പേര് ഇട്ടിരുന്നത്. സ്വീറ്റി, വൈഫാ സ്വീറ്റി. ഞാൻ നിർബന്ധിച്ച് മൊബൈൽ തുറന്ന് നോക്കിയപ്പോൾ അവൻ എഴുതിയിരിക്കുന്നത് ചീറ്റി എന്നാണിപ്പോൾ. സ്വീറ്റി ഇപ്പോൾ ചീറ്റി ആയിപ്പോയി. അവൻ പറഞ്ഞ, അച്ഛാ അവളോട് പറയല്ലേ, ഇപ്പോൾ അവളുടെ സ്വഭാവം ഇങ്ങനെയാ അച്ഛാ, ചീറ്റിയാ, സ്വീറ്റി ചീറ്റിയായി. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഏത് പേരിലൊക്കെയാണ് ജീവിത പങ്കാളിയുടെ പേര് അല്ലെങ്കിലൊക്കെ സേവ് ചെയ്തിരിക്കുന്നത്? പല രീതികളിലുണ്ടാവും, അല്ലേ? അതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ മാറ്റങ്ങളാണ്. സ്വഭാവ രീതികളിലൊക്കെ മാറി. പണ്ട് മോളെ എന്നൊക്കെ വിളിച്ചത് മാറി മാറിയെങ്കിൽ ഇപ്പം എന്തായി മാറിയെന്ന് ചിന്തിച്ച് നോക്കുക. പണ്ട് ഒരു നോട്ടം കൊണ്ട് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ ഇപ്പം എന്തായെന്ന് ചിന്തിച്ച് നോക്കുക. എത്ര മണിക്കൂർ സംസാരിച്ചിട്ടും ചിലർക്ക് മനസ്സിലാവുന്നില്ല. നാളൊരു കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ ഭാര്യയും ഭർത്താവും വന്ന് അവർ വളരെ ഓപ്പണായിട്ടാണ് അവർ വന്ന് പറഞ്ഞു, അച്ഛാ ഒരു വലിയ സങ്കടമുണ്ട് അച്ഛാ, ഞാൻ പറയുന്നത് ഇവക്ക് മനസ്സിലാവുന്നില്ല, ഇവള് പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? അയ്യോ അച്ഛാ, ഇത് ഭാഷയുടെ പ്രശ്നമല്ലെന്ന്. അച്ഛാ, ഇത് ഭാഷയുടെ പ്രശ്നമല്ല, ഇവള് പറയണ എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. പണ്ടുണ്ടല്ലോ, കല്യാണം കഴിച്ച നാളിൽ ഒരു നോട്ടം കൊണ്ട് മനസ്സിലാകുമായിരുന്നു, ഒരു ചലനം കൊണ്ട് മനസ്സിലാക്കുമായിരുന്നു. ഇപ്പം അടുത്ത് നിന്ന് അലറുവാണ്, ഇതിയാനും മനസ്സിലാവണില്ലേ, തലമുടിയൊക്കെ വലിച്ചല്ലേ ചേച്ചി? അത് തന്നെ. ഇങ്ങോട്ട് നോക്കിയേ, തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ അലറുവാണ്. കാരണം എന്നാന്നറിയോ? ദൈവത്തിൻ്റെ ആത്മാവ് ചില മേഖലകളിൽ നഷ്ടപ്പെട്ടു പോയതാ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം പണിതുയർത്തുന്ന ഒരു ജനതയുണ്ട്. ബാബേൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാവോ? ബാബേൽ, പരസ്പരം ശണ്ട കൂടുന്നവർ, തർക്കിക്കുന്നവർ, കലഹിക്കുന്നവരെന്നാണ് ബാബേൽ. ആ ബാബേൽ ഗോപുരം ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ പണിതുയർത്തുമ്പോൾ എന്തുപറ്റി? അവരുടെ ഭാഷ ഭിന്നിക്കപ്പെട്ടു. പരസ്പരം സംസാരിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. പുതിയ നിയമത്തിൽ 36-ലധികം ഭാഷ സംസാരിക്കുന്ന ജനതതി അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ആ ദൈവജനം പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവരവരുടെ ഭാഷകളിൽ കേട്ടു. കാരണം അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി എന്ന് നമ്മൾ പഠിക്കും. ആ വീഞ്ഞ് സ്പിരിറ്റാണ്. പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തിൽ പത്രോസ്ലീഹ പഠിപ്പിക്കും, ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജോയൽ പ്രവചനം 2:28 കോട്ട് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്, ഇത് പരിശുദ്ധാത്മാവാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ യേശു ആ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈശോ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ് വെറുതെ നിർത്താനല്ല, മറിച്ച് ഈശോ വെള്ളം, വീഞ്ഞ്, സ്പിരിറ്റ് ലഹരിയാക്കി കൊടുത്തു. ആ സ്പിരിറ്റ് ഏതാണ്? പരിശുദ്ധാത്മാവ്. വിവാഹത്തിന്റെ അന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവും, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഒരു വൈദികൻ ആശീർവദിച്ചു. കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കും 2 അല്ല 3 പേരന്ന് ഒരുമിച്ചു. ആരാന്നറിയോ മൂന്നാമത്തെ ആള്? ആരാ മൂന്നാമത്തെ ആള്? വികാരിയച്ഛനോ? പാട്ടുകാരി? ഫോട്ടോഗ്രാഫേഴ്സ്? ആരാ മൂന്നാമത്തത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒന്നിപ്പിച്ചു. ഇന്ന് നമ്മുടെ ബന്ധത്തിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ ആരുടെ കുറവാ? പരിശുദ്ധാത്മാവിന്റെ കുറവ്.
ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ലഹരി കുറയുമ്പോൾ വഴക്കുണ്ടാക്കും, അസ്വസ്ഥതയുണ്ടാക്കും, തമ്മിൽ തല്ലും. ദേ ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെയും വിളിക്കുന്നത് ആത്മാവിൽ ജ്വലിപ്പിക്കപ്പെടുന്ന ജീവിതം, കുടുംബജീവിതത്തിന്റെ ധന്യത. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച് ചേർന്ന ഇണ, നിനക്ക് കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളി ദൈവ പദ്ധതിയിലാണ് നീ തെരഞ്ഞെടുത്തതെങ്കിൽ ഇത് ചേർന്ന ഇണയാണ്. ചേർന്ന ഇണ. സ്വരമുയർത്തി പറഞ്ഞ ഹാലേലുയാ. ദൈവസന്നിധിയിൽ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ കർത്താവ് ഒരുക്കിയൊരു ദിവസമാണല്ലോ. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നമ്മുടെ കുടുംബത്തിൽ, ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായി ഇന്നേ ദിവസം ഞങ്ങളുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുവാൻ പറന്നിറങ്ങണമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും യേശുവേന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ, യേശുവേന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, യേശുവേന്ന് വിളിച്ചേ. ഓരാ ഓരാ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കൾ ഇവിടെയുണ്ട്. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കൾ. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ വിദേശത്തൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും വിവാഹമോചനത്തെക്കുറിച്ചോ ഭാര്യ ഭർത്ത ബന്ധത്തിൽ അസ്വസ്ഥപ്പെട്ടൊക്കെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷ ഇത് ഓൺലൈനിലുണ്ട്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ ക്ലാസ്സൊക്കെ നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവരോട് കേൾക്കാൻ പറയണം. അതായത് കുടുംബം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവമാണ് ചേർന്ന ഇണയം നൽകുന്നത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല, മറിച്ച് ദൈവമാണ് അതിന് ചേർന്ന ഇണയം നൽകുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഏതെങ്കിലും തരത്തിലുള്ള വിവാഹമോചനം, പരസ്പരമുള്ള തർക്കം, അകന്നു കഴിയുന്നവർ, ഇനി ഒരിക്കലും ചേരില്ല എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കാം. കർത്താവേ, അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണമേ. ആ വലിയ ആഗ്രഹത്തോടെ ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയും ഈശോ എഴുന്നള്ളുന്നു. കർത്താവിന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം ഓൺലൈനൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവര് ഈ നിമിഷം പ്രാർത്ഥിക്കണം. നിന്റെ സ്വാർത്ഥതയുടെ തോട് പൊട്ടിച്ച് മറ്റുള്ള വ്യക്തിയെക്കുറിച്ച് ശ്രദ്ധിക്കണം. നീ മാത്രമെന്ന് ചിന്തിക്കരുത്, മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണം. യേശുവിന്റെ സ്നേഹം എല്ലാ വ്യക്തികളിലും നിറയപ്പെടട്ടെ. യേശുവിന്റെ സ്നേഹം എല്ലാ വ്യക്തികളിലും നിറയപ്പെടട്ടെ. വലിയ വിശുദ്ധീകരണം സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ഈ പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ ജീവിതം ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു. കർത്താവ് വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ജീവിത പങ്കാളിയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിച്ച് പരസ്പരം കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക. അത് രക്ഷയുടെ അടയാളമാണ്. സകല ദൈവജനവും രണ്ട് കരങ്ങളും യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച്, ഈ യാചനാപൂർവ്വം നീട്ടിയ കരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന അനേക മാതാപിതാക്കൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. വിദേശത്താണ് മക്കള്, പരസ്പരം ചേർച്ചയില്ലാതെ അവിടെ തമ്മിൽ തല്ലുന്നു. പല മാതാപിതാക്കളുടെ സങ്കടമാണ്. വിവാഹമോചനത്തെക്കുറിച്ച് മക്കൾ സംസാരിക്കുന്നു, ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നു. കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒട്ടും ചിന്തയില്ലാതെ അവർ സംസാരിക്കുന്നു.
ജീവിത പങ്കാളിയെ കളിയാക്കുന്നു, മോശപ്പെടുത്തുന്നു, അങ്ങനെ പലതും. ഈ സമയത്ത് അത് സമർപ്പിച്ച് ഈശോയോട് പറ, ഈശോയെ എൻ്റെ മക്കളിലേക്ക് അഭിഷേകം ചൊരിയണമേ, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് അഭിഷേകം ചൊരിയണമേ. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ അയൽവാസികളായ ചില കുടുംബങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥന ശുശ്രൂഷയിൽ കണ്ടുമുട്ടിയ ചില കുടുംബങ്ങൾ, അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളും വഴക്കുകളും മാത്രമായിട്ടുള്ള കുടുംബങ്ങൾ. ഈ സമയം നിന്റെ പ്രാർത്ഥന വഴി ആ കുടുംബത്തിൽ വലിയ അഭിഷേകം സംഭവിക്കാൻ പരിശുദ്ധാത്മാവേ ഈ സമയം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. സ്ലീഹന്മാർ നിറഞ്ഞ അത്ഭുത ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ആഗ്രഹിക്കണം, സ്ലീഹന്മാർ നിറഞ്ഞ പോലെ ശക്തിയേകി നയിക്കണമേ. ആഗ്രഹിച്ച് ചേർന്ന് എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. ആ നീട്ടികരങ്ങൾ സ്വന്തം ശിരസിൽ കമഴ്ത്തി വെച്ച് കർത്താവെ, ശിരസ് മുതൽ ഉള്ളംകാല് വരെ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളെയും രോഗപീഠകളെയും സമർപ്പിക്കുന്നു. എല്ലാ രോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ശിരസ് സംബന്ധമായ രോഗങ്ങൾ, തലവേദന, മൈഗ്രെയിൻ രോഗങ്ങൾ, തലയ്ക്ക് വിങ്ങല്, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ, മറവി രോഗം, തലമുടി കൊഴിയുന്ന അലർജി രോഗങ്ങൾ, പല രോഗങ്ങളും പീഡകളും ഉണ്ട്. അത് സമർപ്പിച്ചോ. തലയുടെ പല ഭാഗങ്ങളിൽ വിങ്ങല്, നീര് വയ്ക്കുന്ന അവസ്ഥ, പല രോഗങ്ങളും സമർപ്പിച്ചോ. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് സൗഖ്യത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ വെളിപ്പെടട്ടെ. കണ്ണിൻ്റെ കാഴ്ചശക്തി സംബന്ധമായ രോഗങ്ങൾ, മൂക്ക്, നാസാരന്ധ്രം, ചുണ്ട്, പല്ല്, നാവ്, ചെവി, കേൾവി സംബന്ധമായ രോഗങ്ങൾ കർത്താവെ സമർപ്പിക്കുന്നു. കഴുത്ത് സമർപ്പിക്കാം. തൊണ്ടവേദന, ത്രോട്ട് ഇൻഫെക്ഷൻ സമർപ്പിക്കാം. രണ്ട് കൈകളും കൈകളുടെ ബലക്കുറവ്, അസ്ഥികളുടെ തേയ്മാനം, കൈ ഉയർത്താൻ ബുദ്ധിമുട്ട്, വീഴ്ചയുടെ ഫലമായിട്ടൊക്കെ വന്ന വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ചെസ്റ്റ്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ എവിടെയാണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കുചേരണം. നെഞ്ചിൻ്റെ വേദന, ശ്വാസം മുട്ട്, നെഞ്ചിലെന്തോ കയറ്റി വെച്ചതുപോലുള്ള അവസ്ഥ, ഉറക്കം കിട്ടാത്ത അവസ്ഥ സമർപ്പിക്കുക. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചെറുതും വലുതുമായ രോഗങ്ങൾ ഈശോയ്ക്ക് കൊടുത്തോ. ഈശോ നിനക്കൊരു പുതിയ ഹൃദയം നൽകും. നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നതോടൊപ്പം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി, ലിവർ ഫങ്ഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദഹനീയന്ദ്രിയം, വൻകുടൽ, ചെറുകുടൽ, വയറ്, ഉദര സംബന്ധമായ വേദന, വയർ വീർക്കുന്ന അവസ്ഥ, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു. അതോടൊപ്പം അലർജി രോഗങ്ങൾ, അടിവയറ് വേദന, നെഞ്ചെരിച്ചൽ, ഗ്യാസ് ട്രബിൾ രോഗങ്ങൾ സമർപ്പിക്കാം. പ്രഷർ രോഗങ്ങൾ, ഷുഗർ പേഷ്യൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നടുവിൻ്റെ വേദന, പുറം വേദന, കുനിയാനോ നിവരാനോ പറ്റാത്തവണ്ണമുള്ള അവസ്ഥ, ലൈംഗിക സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, അലർജി രോഗങ്ങൾ സമർപ്പിക്കാം. യൂറിനറി ഇൻഫെക്ഷൻസ്, പൈൽസ്, ബ്ലീഡിംഗ് രോഗങ്ങൾ, പീരിയഡ് സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കാം. കാലിൻ്റെ മുട്ടിൻ്റെ വേദന, മുട്ട് കുത്താൻ ബുദ്ധിമുട്ട്, നീര്, മുട്ടിൻ്റെ തേയ്മാനം, മസിൽ പെയിൻ, വേരിക്കോസ് വെയിൻ, ഞരമ്പ് തടിക്കുന്ന രോഗങ്ങൾ, കാലിൻ്റെ കാൽപാദം, ഉപ്പൂറ്റി വീണ്ടുകീറുന്ന രോഗങ്ങൾ. എൻ്റെ പ്രിയരെ, ഏത് രോഗപീഠയാണോ അതെല്ലാം സമർപ്പിച്ചോ. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോ. ഈ നിമിഷം നീ വിശ്വസിക്കുക, യേശുവിൻ്റെ അത്ഭുത ശക്തി നിന്റെ മേൽ അത്ഭുതകരമായിട്ട് വെളിപ്പെടുന്ന സമയം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നന്നായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ അത്ഭുത ശക്തി അനേകരെ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പരിശുദ്ധ അൾത്താരയിൽ നിന്നുള്ള അത്ഭുത ശക്തി അനേകരുടെ ശരീരത്തിലേക്ക് വെളിപ്പെടുന്നുണ്ട്. യേശു നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ മരണശേഷം ചിരിക്കാനോ സന്തോഷിക്കാനോ പറ്റാതെ വല്ലാതെ വിങ്ങിപ്പൊട്ടുന്ന ഒരു കുടുംബനാഥയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. യേശുവിന്റെ സ്നേഹം നിന്നിലേക്ക് ചൊരിയുന്നു. യേശുവിന്റെ സ്നേഹം നിന്നിലേക്ക് ചൊരിയുന്നു. മകനെ ഓർത്ത് കരയുന്ന അമ്മയുടെ കണ്ണുനീര് വഴി മകനിൽ മാറ്റങ്ങൾ ഉണ്ടാകും. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ അഭിഷേകം ചൊരിയപ്പെടട്ടെ. വലിയ അഭിഷേകം ചൊരിയപ്പെടട്ടെ. ഉദര സംബന്ധമായ വേദന കർത്താവ് തൊടുന്നു. അടിവയർ വേദന കർത്താവ് തൊടുന്നു. യേശു നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. പോരാ സ്വരമുയർത്തി വിളിക്കട്ടെ. ദാഹത്തോടെ വിളിക്കട്ടെ. അത്ഭുത ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 ആരാധന. ഓ കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വഴി ദൈവം തുറക്കും. നീ ഭാരപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. ഈശോ നിന്നിൽ ഇടപെടും. നെഞ്ചുവേദനയുള്ള കുടുംബനാഥ, കർത്താവ് നിന്നെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. സഹോദരനിലൂടെ കുടുംബത്തിൽ അഭിഷേകം ചൊരിയപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കൊന്ത ചൊല്ലാൻ മുടങ്ങിപ്പോയ ചില വ്യക്തികളെ കർത്താവ് വീണ്ടും ക്ഷണിക്കുന്നു. ആ കൊന്ത വീണ്ടും ആരംഭിക്കണം. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടുവറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിർ തെന്നലായി എന്നകതാരിതിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റുഹായേ